الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കാൻ, ആ നിലയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹുജറാത്ത് വളരെ പരിചിതമായ അധ്യായമാണ്. 49-ാമത്തെ അധ്യായം. അതിലെ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൊന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിതത്തിനും കൽപ്പനയ്ക്കും എതിരായി ഒരു താല്പര്യവും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അത് ആപത്തായി തീരും. അത് ഇഹപര നഷ്ടത്തിന് ഉള്ള വഴിയായി മാറുകയും ചെയ്യും. അതാണ് ഒന്ന്. രണ്ടാമത്തത്, സത്യവിശ്വാസത്തോട് നമുക്ക് ഇഷ്ടവും പ്രേമവും ഉണ്ടാക്കി തന്നതും അവിശ്വാസവും ദുർനടപ്പും അനുസരണക്കേടും വെറുപ്പുള്ളതാക്കി തീർക്കുകയും ചെയ്തത് അള്ളാഹുവാണ്. ആ അവസ്ഥ നമുക്കുണ്ടായി തീരാൻ കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും നിമിത്തമാണ്. അതൊരു മഹാ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം ഉൾക്കൊണ്ടുകൊണ്ട്
സന്മാർഗചാരികളായി മുന്നോട്ട് നീങ്ങണം എന്നുള്ള ആഹ്വാനമാണ് രണ്ടാമത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വചനത്തിലൂടെ പറയുന്നത് അതിന്റെ സാരം ഇങ്ങനെയാണ്: വഅലമൂ, നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന ഫീക്കും റസൂലല്ലാഹി, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിലുണ്ട്. ഈ വചനം അവതരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ റസൂലിന്റെ ഇടയിലുണ്ട് എന്നവരെ ഓർമ്മിപ്പിക്കുക. വാക്കാലം കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ വന്നാൽ എന്ത് വേണം? ലൗ യുതീഉക്കും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും, അധിക കാര്യങ്ങളിലും റസൂല് നിങ്ങളെ അനുസരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, എന്നുവെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് റസൂല് നീങ്ങേണ്ടി വരുന്ന, അല്ലെങ്കിൽ റസൂലിന്റെ നിർദ്ദേശങ്ങൾ നീങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ലഅനിത്തും, അത് നിങ്ങൾക്ക് വിഷമമേ ഉണ്ടാക്കുകയുള്ളൂ, ഒരു ഗുണവും നിങ്ങൾക്ക് അത് ഉണ്ടാക്കുകയില്ല. തന്നെയുമല്ല വലാകിന്നല്ലാഹ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഹബ്ബബ, ഇഷ്ടമുള്ളതാക്കി, ഇലൈക്കും, നിങ്ങൾക്ക്, അൽ ഈമാൻ, വിശ്വാസം, വസയ്യനഹു, ആ വിശ്വാസത്തെ അല്ലാഹു അലങ്കരിച്ചു, ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് അനിഷ്ടകരമാക്കി, വെറുപ്പുള്ളതാക്കി, അൽ കുഫർ വൽ ഫുസൂഖ് വൽ ഇസ്യാൻ, കുഫർ അവിശ്വാസം, ഫുസൂഖ് അധർമ്മം, ഇസ്യാൻ അനുസരണക്കേട്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗത്തിൽ പ്രാപിച്ചവർ. ഇത് ഫളലം മിനല്ലാഹി വ നിഅമ, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യമാണ്, അനുഗ്രഹമാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു സർവജ്ഞനാണ്, യുക്തിമാനുമാണ്. ഇതാണ് ഈ വചനത്തിന്റെ അർത്ഥം. ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് പ്രധാനപ്പെട്ട സന്ദേശമാണ് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത്. അപ്പൊ അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ് ആയിക്കോട്ടെ. അങ്ങനെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈമാൻ. ആ ഈമാൻ ആയിരിക്കണം നമ്മളെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും, അതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം ചൊരിയുന്നതും, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നതും അതായിരിക്കണം. അങ്ങനെ ഉള്ളവരിലെ അവിശ്വാസവും ദുർനടപ്പും അതുപോലെ തന്നെ അനുസരണക്കേടും ഒക്കെ വെറുപ്പുള്ളതും അകറ്റി നിർത്തുന്നതും ആക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് മൂന്നും ഉൾക്കൊള്ളുന്നത്, മൂന്നല്ല, ഇക്കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഞങ്ങൾക്ക് നീ വിശ്വാസം ഇഷ്ടമുള്ളതാക്കി തീർക്കണം. വസയ്യിൻഹു ഫീ ഖുലൂബിന, അത് ഞങ്ങളുടെ ഹൃദയത്തെ അലങ്കരിക്കുന്നതാക്കി മാറ്റണം. വകരിഹി ഇലൈന, ഞങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി മാറ്റണം. അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസവും ദുർനടപ്പും അനുസരണക്കേടും ഞങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി മാറ്റണം. വജഅൽനാ മിനർ റാഷിദീൻ, ഞങ്ങളെ നീ സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരാണ് ആ റസൂൽ എന്നും കൂടി നമ്മൾ ചിന്തിക്കുക. ഉറപ്പാണ് ഇതിന്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളാണ്, മാതൃക കാണിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഈ വചനങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് അതിനുവേണ്ടി യാചിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈമാനാണ്, വിശ്വാസമാണ്. നമ്മളൊക്കെ ഈമാൻ കാര്യം എണ്ണിപ്പടിച്ചവരാണ്, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈമാൻ എന്ന് പറയുന്നത് ചില ചൊല്ലിപ്പറയലിന്റെയും അതുപോലെ തന്നെ നമ്മിൽ പരിമിതമായിട്ടുള്ള ചില ആരാധനാ കർമ്മങ്ങളുടെയും ഉള്ളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല, പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കേണ്ടതാണ് ഈമാൻ. അതിന് യഥാർത്ഥ വിശ്വാസം ഉണ്ടായിത്തീരണമെങ്കിൽ 3 ഘടകങ്ങൾ
അതിൽ 3 ഘടകങ്ങൾ അതിനുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലേ സത്യവിശ്വാസം ആയിത്തീരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തത് തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തലാണ്. രണ്ടാമത്തത് ഇഖ്റാറും ബിൽ ലിസാൻ, നാക്കുകൊണ്ടത് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ്. മൂന്നാമത്തത് അമലും ബിൽ അർക്കാൻ, ആ വിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ഇത് 3 കൂടി ചേർന്ന് വരുമ്പോഴേ ഒരു ഈമാൻ ഒരു മുഅ്മിന് പൂർത്തിയാവുകയുള്ളൂ, അല്ലെങ്കിൽ മുഅ്മിനാകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുന്നത് നാവുകൊണ്ട് പ്രഖ്യാപിക്കാനും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാനും എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉയരണം. അങ്ങനെയാണ് ഈ 3 ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങൾക്കും നേരെ എതിര് വരുന്നതാണ് കുഫറും ഫുസൂഖും ഇസ്യാനും. അതാണ് അതിൽ നിന്ന് അകന്നു നിൽക്കണം, അത് വെറുപ്പുള്ളതായി മാറണം എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു സത്യവിശ്വാസിയുടെ സത്യവിശ്വാസം സാക്ഷാത്കൃതമാവുകയുള്ളൂ, അവന് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനാവുകയുള്ളൂ. അപ്പോഴാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ അകത്ത് നിൽക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഈ പറയുന്നത്. വിശ്വാസം ഞാൻ സൂചിപ്പിച്ചു ഏതാനും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല എന്ന്. പക്ഷെ വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു മാധുര്യമുണ്ട്. അത് ആസ്വദിക്കാൻ നമുക്കാകണം. വിശ്വാസം ഒരിക്കലും വിശ്വാസികൾക്കൊരു ഭാരമായ കാര്യമല്ല, മറിച്ച് അത് അവന് ആസ്വാദ്യകരമാണ്, അനുഭൂതിദായകമാണ് ആയിരിക്കണം വിശ്വാസം. ഹൃദ്യമായ അനുഭവങ്ങൾ ആണ് വിശ്വാസം പകർന്നു നൽകേണ്ടത്. അതിനനുസരിച്ച് ആ ഹൃദയത്തിന്റെ പോഷണത്തിനനുസരിച്ച് സൽക്കർമ്മങ്ങളുടെ നൈരന്തര്യമാണ് വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പൊ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന നിർദ്ദേശിക്കുന്ന ഒട്ടനവധി വചനങ്ങളുണ്ട്. 1-2 എണ്ണം നമ്മൾ ഓർക്കാം ഈ സന്ദർഭത്തിൽ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടു. എന്ത്? ദാഖ തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ആരിലാണ് വിശ്വാസത്തിന്റെ മാധുര്യം ഉണ്ടാവുക? ആരാണ് വിശ്വാസത്തിന്റെ മാധുര്യം ആസ്വദിക്കുന്നത്? 3 കാര്യങ്ങളാ പറഞ്ഞത്. ആ 3ഉം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. 1, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. റബ്ബാണെന്ന് പറയലല്ല, റബ്ബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. അതുപോലെ തന്നെ ദീനായിട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക. ഇസ്ലാം ദീനാണെന്ന് പറഞ്ഞാൽ പോരാ, പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുക പറഞ്ഞാൽ പോരാ. അപ്പൊ ഇതൊക്കെ ജീവിതത്തിലൂടെ വരേണ്ട കാര്യങ്ങളാണെന്ന് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അങ്ങനെ വരുമ്പോഴാണ് ഈമാൻ ഉള്ളവനായി മാറാനും അതിന്റെ മാധുര്യം ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. ഇപ്പൊ ഈ വചനം ഇത് ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെടുക, മരിച്ചു ചെല്ലുമ്പോൾ ഖബറിൽ വെച്ചുണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇത് നമ്മൾ ഈ ഒരു തൃപ്തിപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ നാക്കുകൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എപ്പോഴാ പറയേണ്ടതെന്നറിയോ? ബാങ്ക് കേട്ട് കഴിഞ്ഞതിന് ശേഷം. ബാങ്ക് കൊടുക്കലും ബാങ്ക് കേൾക്കലും അതിന് മറുപടി പറയലും ഒക്കെ വളരെ പുണ്യകരമായ കാര്യമാണ്. ഇപ്പൊ ബാങ്കിന് ശേഷമുള്ള ദുആ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ ആരെങ്കിലും ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. മൻ റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിന്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീനായും തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെട്ടു എന്ന് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ, അത് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം? ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന.
ഈ 3 കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ്. അതിന് നൽകുന്ന സവിശേഷമായ പ്രതിഫലമാണ് ആ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കണമെന്നില്ലേ നമുക്ക്? ഇതല്ലേ നമ്മളുടെ ഐഡന്റിറ്റി? ഈ പറഞ്ഞ 3 അള്ളാഹുവാണ് റബ്ബ്, മുഹമ്മദാണ് റസൂല്, ദീനാണ് ഇസ്ലാമാണ് ദീൻ. ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് നമുക്ക് കടന്നുകൂടല്ലോ. അപ്പൊ ആ ഒരു രൂപത്തിൽ ഒരു പൂർണ്ണമായ സംതൃപ്തി, ഒരു സംശയവുമില്ലാത്ത വിശ്വാസം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. ആരാണ് വിശ്വാസി? അള്ളാഹുവിലും റസൂലിലും ദൃഢമായി വിശ്വസിക്കുന്നവർ. പിന്നെ അതിൽ സംശയം ഉണ്ടാവൂല. ആടി ഉലയുന്ന വിശ്വാസമോ വിശ്വാസികളോ ആയിക്കൂടാ. ആ രൂപത്തിലുള്ള വിശ്വാസം വന്ന് ഭവിക്കുമ്പോഴുള്ളതാണ് ഈ പറഞ്ഞതൊക്കെ. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവനിൽ ആ വിശ്വാസത്തിന്റെ അലേടിയായി, അതിന്റെ സ്വാദായി, മാധുര്യമായി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 1, എന്തിനേക്കാളും, എല്ലാറ്റിനേക്കാളും, ആരെക്കാളും അള്ളാഹുവും റസൂലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക. 1 അതാണ്. 2ാമത്തത് പരസ്പരമുള്ള സ്നേഹം. നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ആകാതിരിക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക. പലപ്പോഴും നമ്മളുടെ ഒക്കെ സ്നേഹവും ഇഷ്ടവും നൈമിഷികമാണ്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയോ അത് നേടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരോടാണോ സ്നേഹം പ്രകടിപ്പിച്ചത് അവർ കറിവേപ്പിലയായി മാറും, അവർ അകറ്റപ്പെടും, അവർ അവഗണിക്കപ്പെടും. ആ അവസ്ഥയുള്ള ഒരു സ്നേഹത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച. ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക എന്നുള്ളതാണ്. അതിനൊരുപാട് പ്രതിഫലം നൽകുന്നുണ്ട്. ആ സ്നേഹമാണ് ഈ ലോകത്ത് പൂവണിയേണ്ടത്. ആ സ്നേഹമാണ് പരസ്പരം ഉണ്ടാകേണ്ടത്. ആ സ്നേഹമാണ് അവസാനം പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കാൻ വഴിയൊരുക്കുന്നത്. അത്രമാത്രം ഗൗരവമുള്ളതാണ് ആ സ്നേഹം. അതാണ് 2ാമത്. 3ാമത് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കി, ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കി, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് ഗ്രഹിച്ച് അത് ചെയ്യാനുള്ള സർവഭാഗ്യം കിട്ടിയതിന് ശേഷം പിന്നെ അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നത് വെറുക്കുക എന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഊന്നി പറയുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സമൂഹത്തിൽ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എക്സ് മുസ്ലിമീങ്ങളുണ്ട്. അവർ മുസ്ലിം നാമധേയത്തിൽ ജീവിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കളുടെ മക്കളായി വളർന്നവരാണ്. ഇതിന്റെ പേരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തലമുറ ആ രംഗത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന നഗ്നമായ യാഥാർത്ഥ്യത്തിന് നേരെ ഞാനും നിങ്ങൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുക്കണം ഏത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുക്കണം ഏത്? ആ വിശ്വാസം വിട്ടെറിഞ്ഞുകൊണ്ട് പോകുന്നത്. ഏതുപോലെ? അതിനൊരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിലേക്ക്, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഒരാൾ എത്രമാത്രം വെറുക്കുന്നുവോ അതിന് തുല്യമായ വെറുപ്പ് ഈ വിശ്വാസത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് പോലെ ഉണ്ടെങ്കിൽ അവനിൽ വിശ്വാസമുണ്ട് എന്നാണ്. അങ്ങനെയുള്ള വിശ്വാസമാകണം. അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും വിശ്വാസമേ വേണ്ട, ഈ തത്വമേ വേണ്ട, ഈ സന്ദേശത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകുന്നവന് വിശ്വാസം ഹൃദയത്തിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ വിശ്വാസം ഹൃദയത്തിൽ കയറിയിട്ടില്ല. അത്രമാത്രം ആഴത്തിൽ ഉണ്ടാകേണ്ടതും പരിവർത്തനങ്ങൾ സൃഷ്ടിക്കേണ്ടതുമാണ് വിശ്വാസം, മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുമാണ് വിശ്വാസം എന്ന് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞത് അള്ളാഹുവും റസൂലുമാണ് മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടതാവുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ പ്രകൃതിയെ, ജന്മസിദ്ധിയെ ഖുർആൻ അംഗീകരിക്കുന്നു. ഏത് നിലയിൽ? മനുഷ്യൻ ഈ ഐഹിക ജീവിതത്തിൽ പല കാര്യങ്ങളോടും ഇഷ്ടമുണ്ടാവും. അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല, മറിച്ച് അത് മാത്രമായി മാറരുത് എന്ന് പറയുന്നുള്ളൂ. അതിനപ്പുറം പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. 2 സ്ഥലങ്ങളിൽ ഈ സ്വഭാവം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് സൂറ ആല ഇമ്രാനിലെ 14-ാമത്തെ വചനം, മറ്റൊന്ന് സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം. രണ്ട് സ്ഥലത്തും നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് ഓരോന്നിനും ഉണ്ടാകുന്ന സ്നേഹവും ഇഷ്ടവുമാണ് പറയുന്നത്. അതിൽ ഒന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹു ചില ഇഷ്ടങ്ങളോടുള്ള താല്പര്യം, സ്നേഹം ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യർക്ക്. അത് ഏതൊക്കെയാണ്? ഭാര്യമാർ, ആൺമക്കൾ, കൂമ്പാരമായി കൂട്ടപ്പെട്ട സ്വർണവും വെള്ളിയും, അതുപോലെ തന്നെ മുന്തിയ ഇനം കുതിര, അത് കാലികൾ, കൃഷിയിടങ്ങൾ, ഇതൊക്കെ എണ്ണി ഇതിനോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട്. ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? സ്നേഹം വേണം താനും. പക്ഷേ ആ സ്നേഹം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായി വരുന്ന, അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുന്ന നിലയിൽ വരുമ്പോൾ ആ സ്നേഹത്തിനല്ല സ്ഥാനം, മറിച്ച് അള്ളാഹുവിനും റസൂലിനുമാകണം. ഇതെണ്ണി പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എന്ത്? ഇതൊക്കെ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളാണ്, സുഖിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലാണ് ഉത്തമമായ പര്യവസാനം എന്ന് പറഞ്ഞിട്ടാണ് ആല ഇമ്രാനിലെ 14-ാമത്തെ വചനം അവസാനിക്കുന്നത്. ആയത്തിന്റെ ആരംഭം എന്ന് തുടങ്ങുന്ന വചനമാണ്. ഞാൻ അൻസാരമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം. നമുക്ക് വാപ്പയോട് ഇഷ്ടം വേണം, ഉമ്മയോട് ഇഷ്ടം വേണം, മക്കളോട് ഇഷ്ടം വേണം, സഹോദരങ്ങളോട് ഇഷ്ടം വേണം, കുടുംബക്കാരോട് ഇഷ്ടം വേണം, എല്ലാറ്റിനോടും അതിൻ്റെതായ ഇഷ്ടം വേണം. ആ ഇഷ്ടം ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് പോകരുത് എന്ന് പറയുന്ന വചനമാണ് അത്. എന്ന് തുടങ്ങുന്ന വചനമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ, നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾക്ക് തൃപ്തിയുള്ള നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെ അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇഷ്ടമാണ് എങ്കിൽ കാത്തിരുന്നോ അള്ളാഹുവിന്റെ ശിക്ഷ എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ ഇതിനോടൊക്കെ ഇഷ്ടം വേണം. പക്ഷെ അത് അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ട കടമകളും കടപ്പാടുകളും വിസ്മരിച്ചുകൊണ്ട് അതിനപ്പുറമാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇങ്ങനെയുള്ള എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആ വിശ്വാസത്തിന്റെ ആ മാധുര്യം അനുഭവിച്ച എത്രയോ പേരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു നുറുങ്ങ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. മഹാനായ ഇബ്നു ദുസ്ന എന്ന് പറയുന്ന, സെയ്ദ് ഇബ്നു ദുസ്ന എന്ന് പറയുന്ന സഹാബി, പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ആരംഭകാലത്ത് ഓരോ ഗാങ്ങായിട്ട്, ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്ഥലത്തേക്കും ഈ സന്ദേശം കൈമാറാൻ വേണ്ടി പറഞ്ഞയക്കുമായിരുന്നു. ചെറിയ ചെറിയ സംഘങ്ങളെ, അതിന് സരിയ എന്നാണ് സാധാരണയായി പറയാറുള്ളത്. അങ്ങനെ ചെറു സംഘങ്ങളെ അയച്ചു. അങ്ങനെ ഒരു സംഘത്തെ അയച്ച കൂട്ടത്തിൽ സെയ്ദ് ഇബ്നു ദുസ്ന എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഖുറൈശികൾ ബന്ധനസ്ഥനാക്കി. എന്നിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി മക്കയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തോടൊപ്പം സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ആള്, അയാളുടെ അടിമയെ, ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി, ആ അടിമയുടെ പേര് സിൻതാസ് എന്നാണ് ആ അടിമയുടെ പേര്. ആ അടിമയെയും കൂട്ടി സെയ്ദ് ഇബ്നു ദുസ്ന റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഈ വിവരം പ്രചരിപ്പിച്ചു. അങ്ങനെ വധിക്കാൻ വേണ്ടി ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. അന്നും ഹറമിന്റെ പവിത്രത അവർ കാത്തു സംരക്ഷിച്ചിരുന്നു എന്നർത്ഥം. ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ തൻഈമിലെത്തി. അന്ന് തൻഈം എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ പോവാണെന്നുള്ള വിവരം അറിഞ്ഞ് ഖുറൈശികളുടെ ഒരു വലിയ സംഘ ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടി. കാരണം ഒരു മുഹമ്മദിന്റെ അനുയായിയെ കൊല്ലുന്ന കാണുന്ന സന്തോഷത്തിന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വിശ്വാസം പ്രകടിപ്പിച്ച് അതെന്താണെന്ന് ബോധ്യപ്പെടുത്തി ജീവൻ നൽകി നിലനിർത്തിയതാണ് ഈ സന്ദേശം, ഈ ആദർശം. കൊണ്ടുപോയി നിർത്തി ആ കൂട്ടത്തിൽ വന്നിരിക്കുന്ന കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ട്. സാക്ഷാൽ അബൂ സുഫിയാൻ അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്, റസൂലിന്റെ ഒപ്പം വന്നിട്ടില്ല. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, ആരോട്? ഈ സെയ്ദ് ഇബ്നു ദുസ്നയോട്.
വധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്. ഈ വധത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുകയും ഈ സ്ഥാനത്ത് നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ ഞങ്ങൾ വധിക്കുകയും നീ സുരക്ഷിതനായി നിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്താൽ എന്താണ് നിന്റെ മാനസികാവസ്ഥ? നിനക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഇബ്നു ദുസനയുടെ മറുപടി, അത് കേട്ട അബൂ സുഫിയാന്റെ പ്രതികരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് ഇബ്നു ദുസന പറഞ്ഞതെന്ന് അറിയോ? എന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അയക്കുകയും എന്റെ റസൂലിനെ എനിക്ക് പകരം നിങ്ങൾ വധിക്കുകയും ചെയ്യുക എന്നുള്ളത് റസൂലിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കൊന്നോ, ഞാൻ അതിന് തയ്യാറാണ്. നബിയോടുള്ള ഹുബ്ബിന്റെ അങ്ങേയറ്റമാണ് പറഞ്ഞത്. ഇത് കേട്ട അബൂ സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. വല്ലാത്ത വാക്കാണ് ആ പറഞ്ഞത്. അബൂ സുഫിയാൻ പോലും ഞെട്ടിപ്പോയത് കേട്ടിട്ട്. ഒരു മനുഷ്യനെ വധിക്കാൻ നിർത്തിയിരിക്കുകയാണ്, കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി നിർത്തിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാ ചോദിച്ചത്, നിന്നെ അങ്ങോട്ട് ഒഴിവാക്കാം, മുഹമ്മദ് ഈ സ്ഥലത്ത് വന്നാൽ നിനക്കെന്താ അഭിപ്രായം എന്നാ ചോദിച്ചേ. അപ്പോഴാണ് ആ മറുപടി പറഞ്ഞത്. ആ മറുപടി കേട്ടുകൊണ്ട് പറഞ്ഞു, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യരും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ നിർദ്ദേശിച്ചു. ആ സുന്ദാസ് എന്ന് പറയുന്ന അടിമ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മറ്റൊന്നിനും ഇഷ്ടമില്ല എന്നുള്ള പ്രഖ്യാപനം അന്ന് ആ ജീവിതത്തിൽ അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പിടയുന്ന രംഗം നമുക്കറിയാലോ, കഥ ഞാൻ പറയുന്നില്ല. അവിടെ പ്രകടിപ്പിച്ചത് എന്താ? നെഞ്ചത്ത് വലിയ പാറക്കല്ല്, ചുട്ടുപഴുത്ത മണൽത്തരി അവിടെ കിടത്തിയിട്ടാണ് ഈ വിശ്വാസം മാറ്റാൻ പറയുന്നത്. മുഹമ്മദ് പഠിപ്പിച്ച വിശ്വാസം മാറ്റാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കാൻ ഈ മർദ്ദനങ്ങൾ മുഴുവനും നടത്തി പറഞ്ഞപ്പോഴും ഉച്ചരിക്കാൻ നാവ് കൊണ്ട് പറയുന്ന ശബ്ദം എന്താണെന്ന് പുറത്തേക്ക് വരാത്ത സന്ദർഭത്തിൽ പോലും എന്താണ് പറയുന്നത്, ഞാൻ മാറി എന്നാണോ പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ചെവി കൊണ്ടുപോയി ഉമയ്യത്ത് ബിൻ ഖലഫ് വെച്ചപ്പോൾ എന്താണ് ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ വാക്ക് അഹദ് അഹദ് അഹദ്, ഇല്ല ഇല്ല, അള്ളാഹു ഏകനാണ്, ഇതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. ഇതാണ് ഈമാൻ നൽകുന്ന പ്രചോദനം, നൽകേണ്ട പ്രചോദനം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ ഫിറഔന്റെ സാഹിറുകൾ പരാജയപ്പെട്ടു. സാഹിറുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി, ജാലവിദ്യക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജാലവിദ്യ നടത്തി മൂസയെ പരാജയപ്പെടുത്തിയിട്ട് ഈ ജാലവിദ്യക്കാർക്ക് കൊടുക്കാവുന്നതിന്റെ ഏറ്റവും ഉന്നതമായ പദവി ഓഫർ ചെയ്തിട്ട് വന്നു നിൽക്കുകയാണ് എല്ലാവരും. അവസാനം അവർ പരാജയപ്പെട്ടു. കഥയിലേക്ക് നീട്ടിപ്പോകുന്നില്ല, പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മൂസ സാധാരണ ഒരു സാഹിറൊന്നും അല്ല, മൂസ എന്തോ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തു താഹയിലെ ഭാഗം, ഖുർആനിൽ പല ഭാഗങ്ങളിലും ഇത് പറയുന്നുണ്ട്. സൂറത്തു താഹയിൽ നമുക്ക് കാണാം, ഫഉൽഖിയ സഹറതു സുജ്ജദാ, സുജൂദിൽ വീണു. എന്നിട്ട് അവർ പറഞ്ഞു, ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനെയും റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട്. അപ്പം ഫിറഔൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയോ? അവൻ നിങ്ങളെ ഈ സിഹ്ർ പഠിപ്പിച്ച ഏറ്റവും വലിയ വില്ലനാണ് അവൻ, ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ കൈയും നിങ്ങളുടെ കാലും പരസ്പരം വിരുദ്ധമായി ഞാൻ മുറിക്കും, എല്ലാറ്റിനെയും ഈ തപ്പനത്തടിയിൽ തറക്കും, ഞാൻ ക്രൂശിച്ച് ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ സാഹിറുകൾ അല്പം മുമ്പ് മാത്രം ഞങ്ങളിതാ ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് വീണ ആ സാഹിറുകളുടെ പ്രതികരണം, പ്രിയമുള്ളവരെ,
പ്രതിസന്ധികളുടെ മുന്നിൽ, പ്രതിസന്ധി ഘട്ടങ്ങളുടെ മുന്നിൽ, പ്രയാസങ്ങളുടെ മുന്നിൽ, വെല്ലുവിളികളുടെ മുന്നിൽ, തൂക്കുകയറുകളുടെ പിന്നിൽ, ജയിലറകളുടെ മുന്നിൽ അന്തിച്ചു നിൽക്കുന്ന, അന്തം വിട്ടു നിൽക്കുന്ന, ഭയപ്പെട്ടു നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഈറ്റില്ലമാണ്, അല്ലെങ്കിൽ ഞാനാണ് വിശ്വാസി, ഞങ്ങളാണ് വിശ്വാസികൾ എന്ന ആവേശം കൊണ്ട്, ഊറ്റം കൊണ്ട് നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വാക്ക് പറയാൻ ധൈര്യമുണ്ടാവില്ല. പക്ഷെ അവര് പറഞ്ഞു. ആരോട്? ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞ ഫിറഔനോടാണ് പറഞ്ഞത്. എന്ത്? നിനക്ക് എന്താണോ ചെയ്യാൻ കഴിയുക ചെയ്തോ. അതാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ ചെയ്യാൻ കഴിയുക ചെയ്തോ. നിനക്ക് ചെയ്യാൻ കഴിയുക ഈ ലോകത്താണ്. ഞങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാമെന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സർവ്വ തെറ്റുകൾക്കും, ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്കും അള്ളാഹു പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം നിമിഷ നേരത്തെ ഈമാൻ അവർക്ക് പ്രചോദനം നൽകിയെങ്കിൽ, പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ വിശ്വാസം ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ ചലിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. വിശ്വാസം, ഈമാൻ നാവും തുമ്പത്ത് പോരാ, മനസ്സിൽ പോരാ, ചില ആരാധനകളിൽ മാത്രം ഒതുക്കിയാൽ പോരാ. പ്രവിശാലമാണ് അതിന്റെ രംഗങ്ങൾ, ഒരുപാട് പ്രവിശാലമാണ് അതിന്റെ രംഗങ്ങൾ. നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനം, പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ എന്താണ്? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. നേരത്തെ ഞാൻ അത് സൂചിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ സ്മരണയാൽ നിന്റെ നാക്ക് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ സ്മരണ സദാ നിലനിർത്തണം. പിന്നെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഹിബ്ബൻ നാസ മാ തുഹിബ്ബു ലിനഫ്സി, നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം. വ തക്റഹു ലഹും മാ തക്റഹു ലിനഫ്സി, നിനക്ക് നീ വെറുക്കുന്നത് മറ്റുള്ള ജനങ്ങൾക്ക് നീ വെറുക്കണം. പ്രിയമുള്ളവരെ, ഈമാന്റെ വിശാലതയാണ് ഈ പറഞ്ഞത്. നിസ്കാരവും നോമ്പും മാത്രമൊന്നുമല്ല ഈമാന്റെ അലയടികളായിട്ട് വരേണ്ടത്. ഒരുപാട് വചനങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിന്റെ വിശാലതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം കാണാപ്പാടമാണ് നമുക്കൊക്കെ. വിശ്വാസം 70 ചുരുവാനും ശാഖയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. ഏറ്റവും താഴേക്കിടയിലുള്ളത്, ഏറ്റവും നിസ്സാരമായി ഗണിക്കാവുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കലാണ്. ലജ്ജ, ഹയാ ഈമാന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അപ്പൊ ഇത്ര വിശാലമാണെന്നർത്ഥം. അപ്പം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത്. ഈ മുഅ്മിൻ എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ ആകാനുള്ള ശ്രമം ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന, അതിൽ അടിയുറച്ചു നിൽക്കാൻ എന്ത് തന്നെ ആയാലും ശരി, ആരുടെയൊക്കെ വെല്ലുവിളികളായിരുന്നാലും ശരി, അതൊക്കെ അതിജയിച്ചുകൊണ്ട് നിന്നു പോകാൻ, ഒരു വേള ജീവൻ നൽകേണ്ടി വന്നാൽ അതിനും തയ്യാറാകുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ വിശ്വാസി തയ്യാറാകണം എന്നുള്ള വലിയ സന്ദേശമാണ് ഇതിൽ നിന്നൊക്കെ എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശരിയായ വിശ്വാസം അർപ്പിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിച്ച് വിശ്വാസം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിച്ചം വീശുന്ന നിലയിലുള്ള ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അംർ ഇബ്നു അംബസ എന്ന് പറയുന്ന ആള്, സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആരംഭകാലത്ത് പ്രവാചകനെ സമീപിച്ച് എന്താണ് ഇതെന്ന് പഠിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, മുഹമ്മദേ, നീ ഈ പറയുന്ന നിന്റെ ഈ ആശയത്തിൽ, നിന്റെ ഈ പ്രസ്ഥാനത്തിൽ നിന്റെ കൂടെ എത്ര പേരുണ്ട്? ഒന്നാമത്തെ ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, ഹുർറും വഅബ്ദ്,
എൻ്റെ കൂടെ ഒരു അടിമയായ മനുഷ്യനും ഒരു സ്വതന്ത്രനായ മനുഷ്യനും എൻ്റെ കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരേ ഉള്ളൂ എന്നൊപ്പം. അത്ര നേരത്തെയാണ് ഈ ചോദ്യം ഒന്ന് മനസ്സിലായിക്കോ. പിന്നെ എത്രയായി നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത ചോദ്യം, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ശ്രദ്ധിച്ചോ. ഇത് മാത്രമാണ് ഇസ്ലാം എന്നല്ല ഞാൻ ഈ പറയുന്നതിന്റെ പൊരുള്. ഇസ്ലാം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി, തീബുൽ കലാം വ ഇത്ആമുത് തആം, നല്ല വാക്ക് പറയുക, പാവപ്പെട്ടവന് ആഹാരം കൊടുക്കുക. അപ്പൊ ഇസ്ലാമിന്റെ ശ്രേണിയിൽ അത് പെടുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് സലാത്തും സൗമും മാത്രമല്ലേ ഇസ്ലാമായിട്ടുള്ളൂ. അടുത്ത ചോദ്യം, എന്താണ് ഈമാൻ? നമ്മൾ എണ്ണി പഠിച്ച 6 കാര്യങ്ങളുണ്ട്. അതുണ്ട്, അതില്ല എന്നല്ല. പ്രവാചകന്റെ മറുപടി, അസ്സബ്റു വസ്സമാഹ, ക്ഷമയും വിശാല മനസ്കതയുമാണ് ഈമാൻ. ക്ഷമയും വിശാല മനസ്കതയുമാണ് ഈമാൻ. അടുത്ത ചോദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മറ്റുള്ള മുസ്ലിമീങ്ങൾ അവന്റെ നാവ് കൊണ്ടും കയ്യുകൊണ്ടുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. അപ്പൊ ഇവൻ മുസ്ലിമാണ്. മുഅ്മിൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂല് പറയുന്നുണ്ട്, ജനങ്ങൾ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ നാവ് കൊണ്ടും കൈകൊണ്ടുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നിർഭയനായാൽ അവൻ വിശ്വാസിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതും ഹദീസുകൾ നമുക്ക് കാണാം. ഇനി അടുത്ത ചോദ്യം, അയ്യുൽ ഈമാനി അഫ്ളൽ, നേരത്തെ ഈമാൻ ചോദിച്ചു പറഞ്ഞു കൊടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ ഏതാണെന്ന ചോദ്യം. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഖുലുഖുൻ ഹസൻ, സൽ സ്വഭാവം, ഖുലുഖുൻ ഹസൻ. അടുത്ത ചോദ്യം, ഏറ്റവും നല്ല നമസ്കാരം, ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണെന്ന് ചോദിച്ചു. തൂലുൽ ഖുനൂത്ത്, നല്ല സമാധാനത്തോടെ അവധാനതയോടെ ഖുർആൻ ഓതി അച്ചടക്കത്തോടു കൂടി അല്പം ദീർഘിച്ച് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. നിസ്കരിച്ച് തീർക്കലല്ലാതെ അർത്ഥം. നിസ്കരിക്കുകയാണോ? എന്നങ്ങ് തീർക്കുകയല്ലേ, തീർക്കാതല്ല. തൂലുൽ ഖുനൂത്ത്, സമയമെടുത്ത് ഓതേണ്ടത് ഓതി ചൊല്ലേണ്ടത് ചൊല്ലി വളരെ സമാധാനത്തിൽ നിർവഹിക്കുന്ന നമസ്കാരം. അടുത്ത ചോദ്യം, അയ്യുൽ ഹിജ്റത്തി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഹിജ്റ ഏതാണ്? റസൂലിന്റെ മറുപടി, അൻ തഹ്ജുറ മാ കരിഹ റബ്ബുക്, നിന്റെ റബ്ബ് വെറുക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക. അതാണ് ഹിജ്റ. നാട് വിട്ടുപോകൽ ഹിജ്റയാണ്, അതല്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, യുദ്ധത്തിന് പോയി ഏതൊരു ഒട്ടകത്തിന്റെയോ കുതിരയുടെയോ പുറത്താണോ ഇരിക്കുന്നത്, ആ ഒട്ടകം അല്ലെങ്കിൽ ആ കുതിര, ആ വാഹനം തന്നെ അറുക്കപ്പെടുകയും രക്തം ചിന്തപ്പെടുകയും ചെയ്യുന്നത് ഏതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്. അത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാൻ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്ത ചോദ്യം, സമയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? ഒറ്റ മറുപടി, ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമത്തുള്ള അന്ത്യയാമം. എത്ര കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്, ഈമാനും ഇസ്ലാമും ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ഒരുപാട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നോക്കുമ്പോൾ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാന്റെയും ഇസ്ലാമിന്റെയും ആഴവും പരപ്പും വികാസവും എത്രയാണോ, ഏതൊക്കെ രംഗങ്ങളിലാണോ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷന് വിധേയയാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒപ്പം ഒരു കാര്യം, 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഷാഫി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ, ഇന്നത്തെ ഒരു ചെറുപ്പക്കാരന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപാട് സാമ്പത്തിക ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പലരും സർവാത്മന സഹകരിച്ചു, സഹായിച്ചു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് ആ ചികിത്സ ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തി. ആ യുവാവ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകും എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിൽ അത് പറയാനും അവന്റെ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഉണ്ട് എന്ന് അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ
ആ ചെറുപ്പക്കാരന് ഇനിയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇതെല്ലാം അതിജയിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്ത ആ സഹായം എല്ലാ അർത്ഥത്തിലും അല്ലാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അത് സ്വീകരിച്ചുകൊണ്ട് നമ്മിലൊക്കെ വന്ന് ഭവിച്ചേക്കാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ മാറാരോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.